എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെയും സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം എന്നെപ്പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും എടുത്ത് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത്. ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കും. ആ സമയത്ത് പുള്ളിയുടെ വായിന്ന് പറയുന്ന വർത്തനൊക്കെ വേറെ ആയിരുന്നു. ഇതൊരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നതില്ല. സമയം വൈകി വരിക, പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും, ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ചേർത്തത് കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഹരീഷ് കണാരൻ നടത്തിയ ഒരു പ്രസ്താവന, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട ഒരുപാട് വിഷമങ്ങൾ ഇന്നും തുടരുന്നത് കൊണ്ടുമാണ്. ഇന്നലെ പോലും എൻ്റെ പേജിൻ്റെ ഇടയിൽ വന്ന് ഞാൻ എന്തിട്ടാലും അതിനിടയിൽ വന്ന് ഒരുപാട് അനാവശ്യ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ആളാണ്. ഞാൻ എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞ് പ്രതികരിക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ഓരോ ദിവസം വൈകും തോറും ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞാൻ 20 ലക്ഷം രൂപ കടമായി വാങ്ങുകയും ആ കടം മേടിച്ച തുക തിരിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പുള്ളിയെ ഏറം സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി എന്നൊരു ആരോപണമാണ് അതിൽ പുള്ളി ആദ്യം ഉന്നയിച്ചത്. ശരിക്കും ഏറം സിനിമയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചിലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് ഏറം. അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജഗദീഷ് ചേട്ടനുണ്ട്, സുരഭി ഉണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ്. ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമ്യൂണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല. കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ട, ടെക്നിക്കൽ സൈഡിൽ മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊന്നും അധികം പൈസ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ അതിനകത്തോട്ട് ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ഈ പണ്ട് മുതൽ ഇങ്ങോട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം. ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ, ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും പോകാറില്ല. അവരാ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പടത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത്. ഹരീഷ് കണാറിന് 50 ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം. ഹരീഷ് കണാൻ 50 ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാനുണ്ടാവുള്ളൂ എന്നറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് പോരാ, ഒരു മിനിമം ഒരു 15 ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത്. ഡോക്ടർ സക്കറിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാം എന്ന് ഡയറക്ടറോട് പറയുകയും, ഡയറക്ടർ എന്നിട്ട് പ്രൊഡ്യൂസറോട് പറയും ഞാനൊന്ന് പുള്ളിയെ വിളിച്ച് സംസാരിക്കട്ടെ, എനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധമാണ് അയാളുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് ആ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റിനെ ആ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാം. സംവിധായകനും ഉൾപ്പെടെയുള്ള ആളുകൾ, ടൊവിനോ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിധത്തിലും അദ്ദേഹത്തിലേക്ക് കോളുകൾ എത്തിയില്ല, അതായത് ഹരീഷ് കണാറിലേക്ക് വിളിച്ചിട്ട് കോളുകൾ എത്തിയില്ല എന്നാണ് ഹരീഷ് കണാരനും ഈ ഇവർക്ക് ഇടയിലുള്ള മധ്യസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞതെന്നും അത് പിന്നീട് ബാദുഷയാണെന്നും ഹരീഷ് കണാരൻ അവകാശപ്പെട്ടാണല്ലോ ചെയ്തത്. എന്തായാലും ഇതിന് ഫാക്ച്വലായിട്ട് നമുക്കിത് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാം. ടൊവിനോക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല, ടൊവിനോയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അവർ പറയട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ഹരീഷ് കണാറിൻ്റെയും വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് ഞാൻ. അത് ഏകദേശം 5 വർഷക്കാലം ഇവരെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ അതിൽ എനിക്കൊരാവശ്യം വന്നപ്പോൾ, അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്ക് പൈസ വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം. പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോടും പൈസ ആവശ്യപ്പെടുകയും
അതിൽ ആദ്യത്തെ മറ്റു 2 ആർട്ടിസ്റ്റുകൾ എന്നോട്, ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ചു തരണ്ട, കാര്യം ഇത് ബാധക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ, നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ, അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നത്. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ തന്നുള്ളൂ. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെയും സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം എന്നെപ്പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ കാശ് തിരിച്ചു ചോദിച്ചുള്ളൂ. അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും നിവൃത്തിയില്ല, കാര്യം ഞങ്ങൾ അതിന് 2 പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഷിപ്പ് എന്തെങ്കിലും ഉണ്ടാവില്ല, എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തരാം. അപ്പോൾ പുള്ളി ഞാൻ പറയും, എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്നാൽ മതി, ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ 20 ലക്ഷം രൂപ ഞാൻ അയാളുടെ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമാണ് പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ബോധ്യമാകും. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണിത്. ഏകദേശം 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അയാളുടെ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകളെടുത്ത സിനിമകളുടെയും ലിസ്റ്റാണിത്. ഏകദേശം 72 സിനിമകളുണ്ട്. ഈ 72 സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളം അയാൾ തരണം? അയാളോട് ചോദിക്കും, അയാൾ ബാദുഷാക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ, സന്തോഷത്തോടുകൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു. നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ. ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ. നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ള 2 ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല. ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്തിന് തന്നിട്ടില്ല. 5 വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു. 5 വർഷം അയാളെ കൊണ്ട് 72 സിനിമകളും ഞാൻ അയാൾക്ക് കൂടി വർക്ക് ചെയ്തു. പണിയെടുത്ത അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക. അത് തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അടുക്കവും ചിട്ടമൊക്കെ വന്നത് ബാധക്ക കൂടെ വന്നതിന് ശേഷമാണെന്ന് അയാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിലൊരു അവസരം റെഡിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഏകദേശം ഒരു 5 വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൽ അങ്ങനെ വർക്ക് ചെയ്ത 3 സിനിമകൾ ഇതൊക്കെയുള്ളൂ. ഒന്ന് ഈ ARM, അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ, ഹരീഷ് ഖാനാറിനൊരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം. അവർ പറഞ്ഞു, വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവർ ഹരീഷ് ഖാനാറിനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ചു, ഇന്ന പോലെയാണ് സംഭവം, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പകരം അദ്ദേഹത്തിന് പകരം വേറെ ആളെ വെച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തീർത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത്? പെട്ടെന്ന് ഈ ഹരീഷ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു. എനിക്കതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജയതോപകാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ? കുറേ നാളായാലും പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. പുള്ളീനെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലല്ലോ. ഈ അമ്മയ്ക്ക് പരാതി കൊടുത്ത ശേഷമാണ്
മാറ്റുന്ന ഒരു സാഹചര്യങ്ങളാണ് പുള്ളി ആലോചിക്കുന്നത്. ഈ പറഞ്ഞ സിനിമയിൽ ചാൻസ് ആക്കി കൊടുത്തെന്ന് പറഞ്ഞു, അത് ഈ പരാതിക്ക് മുൻപാണോ ശേഷം? ഏതാണ് ഏതൊരു സിനിമയിൽ താങ്കൾ ഇടപെട്ട് ചാൻസ് കൊടുത്തു, അത് നടന്നില്ല എന്ന് പറഞ്ഞു? അതെ, അതിപ്പോൾ ഇപ്പം ലാസ്റ്റ് ഇപ്പം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്. ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ പടത്തിൽ വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് പോയി, ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അതെ അതെ അത് 20 ലക്ഷം എന്നുള്ളതാണ് അവർ പറയുന്ന കണക്ക്. അതെ അതെ അതെ, താങ്കൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഈ 7 കൊടുക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിവൃത്തിയില്ല എന്നല്ല, ഞാനിപ്പോൾ പുള്ളിക്കെതിരെ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം. കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാനുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത്. കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാളത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഈ മകൾക്ക് നേരെ ഒരു സൈബർ ആക്രമണം ഉണ്ടായല്ലോ, ഭീകരമായി പ്രതികരിക്കുകയുണ്ടായല്ലോ, അതിനെന്തെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ? തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മൾ സൈബർ ആക്രമണം നടത്തി എൻ്റെ മോളുടെ പേജിൽ കയറി ആക്രമണം നടത്തിയ എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കും സൈബർ സെല്ലിൽ. അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. ഈ അടുത്ത് ധർമ്മജനൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ധർമ്മജൻ്റെ ഈ രീതിയിലൊരു പണമിടപാട് നടന്നിട്ടുണ്ടായിരുന്നു. ധർമ്മജൻ ഇരുന്നുകൊണ്ട് ഹരീഷ് ഖാനായിട്ട് ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ മൂന്നുപേരും ചർച്ച നടത്തി ഏറെക്കുറെ തീരുമാനമാക്കുകയും ചെയ്തിരുന്നു. പിന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായതാണ്. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് 3 പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെൻ്റ് ആക്കാമെന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ. അല്ലാതെ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞേക്കുന്നത്. അത് ശരിക്കും കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ, അപ്പം അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തല്ലേ, അതുകൊണ്ട് നിങ്ങളത് വെച്ചോ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞേക്കുന്നത്. ഇദ്ദേഹം മാത്രമാണ് അതൊന്നും പറയാത്തത്. എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരീഷ് കണാറിനെ പോലെ ഒരാൾ പെട്ടെന്ന് വന്ന് താങ്കൾ 20 ലക്ഷം, അതും രണ്ടുപേരും സജീവമായി തന്നെ സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്കാർ, അല്ല ഇപ്പോൾ ഒരു ഔട്ടായി പോയ ആളുകളല്ല, എന്നിട്ടും ഇത്ര വലിയൊരു തുകയെ പറ്റി 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് താങ്കളെ മോശക്കാരനാക്കാൻ ഹരീഷിന് ശ്രമിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയുണ്ടോ? എന്ത് സംഭവിക്കുന്നു? ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്താ അതിൽ സംഭവിച്ചിട്ടുള്ളത്? എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചില്ല. പക്ഷേ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ അന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു, ബാദുക്ക എന്നെ വിളിച്ചിരുന്നു, പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചെന്ന് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു. ഹരീഷ് ഫോൺ എടുത്തില്ല. സന്ധ്യനെ വിളിച്ചു. കാര്യം സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്രയും നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരാണ്, കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ്. സന്ധ്യനെ വിളിച്ചു. സന്ധ്യ ഫോൺ എടുത്തില്ല. സന്ധ്യയ്ക്ക് ആ മെസ്സേജ് ഇട്ടു, ഞാനാണൊന്ന് ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു, എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മലിനെ വിളിച്ചു. നിർമ്മൽ ഫോൺ എടുത്തു. കുറേ നേരം അവനെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധക്ക എന്നൊക്കെ പറഞ്ഞു. നിർമ്മലും അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു. അടുത്ത ദിവസം നിർമ്മൽ സിനിമയുടെ ഇൻ്റർവ്യൂ കയറി നിന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഹരീഷ് കണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കണാറിൻ്റെ സ്വഭാവം കൊണ്ടാണ്, ഹരീഷ് കണാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് കണാറിൻ്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സെറ്റിലും അയാളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞെപ്പോഴും സിനിമയിൽ നിൽക്കില്ല. ഒരേ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട്. പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും, ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കുന്നത്.
ഈ അടുത്ത് നിഖിലൊരു അഭിമുഖത്തിൽ അവർക്ക് ഒരു പ്രൊഡ്യൂസർ കുറച്ചധികം പണം കൊടുക്കാനുണ്ടെന്നും നിർമ്മാതാവ് ഒരു വീട് പണിയാണെങ്കിൽ എനിക്കൊരു മുറി മാറ്റി വെച്ചാൽ മതി, ഞാൻ അവിടെ താമസിച്ചോളാം എന്നൊക്കെ തമാശ രൂപേണ പറയും. അതിനടിയിലും ഒരുപാട് പേര് ബാദുഷ എന്നുള്ള പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അതിനെതിരെ എന്തിനാ ചെയ്യുന്നത്? ബാധിക്കും. നിഖിലാവിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊന്നും നിഖിലാവിൽ അഭിനയിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനെതിരെ എന്ത് ചെയ്യാനാണ്? ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അവളെന്തോ തമാശ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഈ ശത്രുതയുടെ പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത്? ഇപ്പോൾ ഹരീഷ് കണാരൻ ഇങ്ങനെ പറയുന്നു, അതിനുശേഷം നിർമ്മൽ വളരെ ആദ്യം സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കളിയാക്കുകയും ചെയ്യുന്നു പറയുന്നത്. ഇത്രയും ശത്രുത വരാൻ എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്തിനാണ് ഇവരെ കാണിച്ചേക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു, അമ്മയിൽ നിന്നൊക്കെ ഒരുപാട് പേര്. കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണാരനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ആ ഒരു സമയത്ത് ഇവരെയൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയ ആളല്ല. എന്നെ തേടി ഇങ്ങോട്ട് വന്നാണ്. എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ അയാളോട്ട് ഇപ്പോഴും പിണക്കൊന്നുമില്ല. ഇനിയും നാളെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു അവസരം വന്നാൽ അയാൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്കറിയാം. നാളെ അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. അയാൾക്ക് തീർച്ചയായിട്ടും നാളെ ഒരു പടത്തിലൊരു വേഷം, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ വിളിച്ചു കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹരീഷ് കണാരൻ ഇടവേള ബാബുവിൻ്റെ അടുത്ത് പരാതിപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അമ്മയിലും പരാതിപ്പെട്ടു. അങ്ങനെ സംഘടനാപരമായി എന്തെങ്കിലും ചർച്ചയ്ക്ക്? സംഘടനാപരമായി, അതായത് അന്ന് ഈ കുറേ നാൾ മുമ്പ് ഇടവേള ബാബുച്ചേട്ടനെ പുള്ളി വിളിച്ച് പറയുകയാണ് ചെയ്തത്. അന്ന് എന്നെ ബാബുച്ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബാബുച്ചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ഇത്രയും പൈസ ഒന്നും കൊടുക്കാനല്ലോ ബാബുച്ചേട്ടൻ, എനിക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കണം. പുള്ളി എനിക്ക് ഞാൻ ചെറിയ പൈസ ഒക്കെ കൊടുക്കാനുള്ളൂ, അതെപ്പോൾ ഏതായാലും എന്നെ കൂടെ നിവൃത്തിയില്ല, അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാനന്ന് ഇടവേള ബാബുച്ചേട്ടനോട് അന്ന് പറഞ്ഞതാണ്. ബാബുച്ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ എന്നെ ആരും ചർച്ചയ്ക്കൊന്നും വിളിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ഹരീഷ് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ അല്ല താങ്കളുടെ പേര്. പലതവണ അത് പറയാതെ താങ്കളെ ബന്ധപ്പെടാനും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാനും ശ്രമിച്ചു. പക്ഷെ താങ്കൾ ഫോൺ എടുക്കുകയോ അങ്ങനെ ഒരു ഇടപെടലിലും നിൽക്കാത്തത് കൊണ്ട് അവസാനം ഗതികെട്ട് താങ്കളുടെ പേര് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോഴൊന്നും പൈസയുടെ കാര്യം പറയുന്നില്ല, സംസാരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ടില്ല. അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ ഒന്നും എനിക്ക് വിഷയമൊന്നുമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചാൽ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കും. കാര്യം ആ സമയത്ത് പുള്ളിയുടെ വായിന്ന് പറയുന്ന വർത്തനൊക്കെ വേറെ ആയിരിക്കും. സമയം വൈകി വരിക, പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും, ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ല. ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടുവന്ന ഒരു ഡയറക്ടറുണ്ട്, രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു 3 വർഷം മുമ്പ് ഞങ്ങളൊരു കണാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ്. ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ്. ഞാൻ എറണാകുളത്താണ്, അവിടെ ഞാൻ ആസാദ് എന്ന് പറഞ്ഞ കൺട്രോളിൽ നിർത്തിയേക്കുന്നത്. ഏകദേശം രാവിലെ മുതൽ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വെയിറ്റിംഗ് ആണ് ഇയാൾ വരാൻ വേണ്ടി. അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്നുറങ്ങുക. അന്നത്തെ ദിവസം ആ ഷൂട്ടിംഗ് മുടങ്ങി. ഞാൻ എറണാകുളത്ത് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു. പ്രൊഡ്യൂസർ എന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ ഓടി അവിടെ ചെന്ന് അടുത്ത ദിവസം പോലെ അയാളെ കൈകാലം പിടിച്ചിട്ട് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് തീർത്തു. അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിട്ടുണ്ട്. പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂളായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ടല്ലോ മധുരക്കണക്ക്, അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കിയേക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട്. ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ട് വേണ്ടല്ലോ, അത്രയും 17 പേർ മുമ്പിൽ നിന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കയ്യിരിപ്പ് കൊണ്ടാണ് അയാളുടെ അവസരങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടത്. അത് അയാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ ഒരു കലാകാരൻ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല. കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ കയറിപ്പോക്കുള്ളൂ അല്ലേ?
ഇനിയിപ്പോ സമവായമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, ഞാൻ ഇനി സമയമല്ല, ഞാൻ ഏതായാലും എനിക്ക് നേരിട്ട അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ കാര്യങ്ങൾ കൊടുക്കുമെന്നാണ്. അല്ല, കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. എൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ പേപ്പറെല്ലാം അയക്കുന്നതാണ്. ഉണ്ടല്ലോ. അതെ, പുള്ളി എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് വെക്കാൻ പറയും. ഞാനിവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് പരിശോധിക്കാം. എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ആദ്യം ഒരു 10 ലക്ഷം രൂപ വന്നു, 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ വന്നു. ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപ പുള്ളി എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തേക്കുന്നത്. എവിടെ ഒതുക്കാനാണ്? നമ്മളൊക്കെ ഇനി എന്തൊതുക്കാനാണ്? ഇപ്പം തന്നെ ഒതുങ്ങിയിരിക്കുക. ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചാലും ഒതുക്കാനൊന്നും പറ്റില്ല. അല്ലേ, സിനിമയല്ലേ, എപ്പോഴും താഴ്ച ഉണ്ടാവും, കയറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് താഴ്ന്നാണ് നിൽക്കുന്നത്, പക്ഷേ കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം സിനിമയിലാണ് വന്നിട്ടാണ് ഈ ബാദുഷ എന്തെങ്കിലും ആയേക്കുന്നത്. ഈ സിനിമയിൽ തന്നെ ബാദുഷ അതെല്ലാം തിരിച്ചു പിടിക്കും. സിനിമയിൽ തന്നെ ബാദുഷ ഉണ്ടാവും. ഈ റേച്ചൽ എന്ന സിനിമയുടെ റിലീസ് പല ആവർത്തി മാറ്റി വയ്ക്കാനുള്ള കാരണത്തിനുമില്ല സാമ്പത്തിക പ്രതിസന്ധി. മാത്രമല്ല, ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലപൊക്കി വരുന്നത്. അതിൻ്റെ പിന്നിലും എന്തൊക്കെയോ കളികളുണ്ട്, അറിയാലോ. ഇതിൻ്റെ ആ പടത്തിൻ്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അന്ന് നിന്നുപോയതാണ്. ഏതായാലും ഞാൻ മിക്കവാറും ഈ 2 ആഴ്ചക്കുള്ളിൽ ആ പടം റിലീസ് ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അമ്മയുടെ സംഘടനയിൽ ആണല്ലോ പരാതി ഉന്നയിച്ചത്. താങ്കൾക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ആ വഴിക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനിലൊന്നും പരാതി എടുക്കില്ല. അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പം കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാശ് അങ്ങോട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഫെഫ്കയിൽ എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കും. പക്ഷേ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക ഫെഫ്കയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഈ 5 വർഷ കാലയളവിൽ ഒരു തവണ പോലും കൃത്യമായ ശമ്പളത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരക്ഷരാലം വേണ്ടിയിട്ടുള്ള 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. സാറിന്റെ ഭാഗത്ത് അങ്ങോട്ടേക്കും അങ്ങനെ ശ്രമം ഉണ്ടായി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു ആവശ്യം നോക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത്. അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇത്രയും നാളും പണിയെടുത്തല്ലേ, അപ്പോൾ അയാൾക്ക് കൊടുത്തേക്കാണ്. മറ്റവർ രണ്ടുപേരും അങ്ങനെയല്ല ചെയ്തത്. അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതിയത്. ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഞാൻ ഇവിടെ എൻ്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട്, അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ലേ? ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരാൾ ജോലി എടുക്കുമ്പോൾ എനിക്കൊരാവശ്യമുണ്ട്, എനിക്കൊരു 20 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് തന്നോളാട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി 20 തന്നില്ല, പുള്ളി എനിക്ക് 10 രൂപ തന്നില്ല. മറ്റവരോട് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, ഇത് ബാധക്ക് എനിക്ക് തിരിച്ചു തരണ്ട, നിങ്ങൾ ഇത്രയും കാലം എനിക്ക് വേണ്ടി പണിയെടുത്തല്ലേ, ഇത് നിങ്ങൾ വെച്ചോന്നാ, നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് വെച്ചോന്നാ പറഞ്ഞു. നിഖില എന്നെ പറ്റി പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇപ്പോൾ ഏത് കമൻറ്റും എന്ത് വന്നാലും ആര് വന്നാലും ഓരോ കമൻറ്റ് എൻ്റെ പറ്റുന്നത് എൻ്റെ പേരുണ്ടാവും. സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എൻ്റെ ഇടയിൽ എൻ്റെ പേര് ഏതായാലും ഉറപ്പായിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തു. നിഖിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരല്ലേ, പ്രൊഡ്യൂസർ അല്ലല്ലോ ഞാൻ സിനിമ. പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണവർ അല്ലേ? ഹരീഷ് പറയുന്ന മറ്റൊരു ആരോപണമുണ്ട്. പലതവണയായി പല കാര്യങ്ങൾക്കുള്ള സംഭാവനയായിട്ടും പല സത്പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് സാറ് അദ്ദേഹത്തിൽ നിന്ന് പണം കൈമാറിയതും അത് ബാദുഷയ്ക്ക് ഫിലന്തോപ്പിക് ആക്ടിവിറ്റീസ്, അതായത് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ ബാദുഷ പണം കണ്ടെത്തണമായിരുന്നു, അല്ലാതെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചല്ല ഡോക്ടറേറ്റ് വാങ്ങേണ്ടത് എന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അതിനെപ്പറ്റി എന്താ പ്രതികരിക്കാനുള്ളത്? ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളം ജില്ലയിൽ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും 2 നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു. അത് എല്ലാവരുടെയും സഹായം അതിനകത്തുണ്ടായിട്ടുണ്ട്.
ഇതിപ്പോൾ പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും, ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ട്. അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഹരീഷ് കണാരൻ തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. കാര്യം നമ്മളന്ന് ആഹാരം മേടിച്ച് കൊടുത്തതല്ലേ, ഇവരുടെ പൈസ കൊടുത്ത ആഹാരം മേടിച്ചെന്ന് ഇനിയിപ്പോൾ അവർക്ക് പിടിക്കില്ല. അയാൾ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ കാശ് മേടിച്ച് വിദ്യാഭ്യാസത്തിന് കൊടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മരുന്ന് മേടിച്ച് കൊടുത്തവർക്ക് ബലം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ മേടിച്ചപ്പോൾ നമ്മുടെ കൃത്യമായ കണക്കുകളുണ്ട്, ആരൊക്കെ തന്നു, എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട്. ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതൊക്കെ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടെന്ന് ആ ഒരു ആവശ്യത്തിന് വേണ്ടി. അതിവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യം. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ആ സമയത്ത് ആഹാരം കഴിച്ചതാണ്. അതെല്ലാവരും സഹായം കൊണ്ടാണ് ചെയ്തേക്കണം. ആ കുളത്തിൽ ഇയാളുടെ ഒന്നും സഹായം കൈപ്പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നില്ല. ഏതായാലും ആ പൈസ എത്രയെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അതിൻ്റെ രേഖകളും കയ്യിലുണ്ട്. എല്ലാം ഉണ്ടല്ലോ.